എന്റെ അപ്പയെ എനിക്കൊന്ന് ഉമ്മ വെക്കണം. പപ്പ ഇനി ഒരിക്കലും അടുത്തുണ്ടാവില്ലെന്ന ബോധ്യത്തോടെ 8ാം ക്ലാസ്സുകാരി അൽന തന്റെ ആഗ്രഹം പറഞ്ഞു. അപ്പയുറങ്ങുന്ന മൃതദേഹം സൂക്ഷിച്ച പെട്ടിക്ക് മുകളിൽ അൽന അന്ത്യചുംബനം നൽകിയപ്പോൾ കണ്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി എന്ന വിടവാങ്ങൽ ഗാനം തുടങ്ങിയപ്പോൾ പയ്യമ്പളി ചാലികതയിലെ പനശ്ശേൽ വീട്ടിൽ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ നിലവിളിയായി ഉയർന്നു. വേനലിന്റെ കാഠിന്യത്തിലും കാർമേഘത്തിന്റെ ഇരുട്ട് പടർന്ന അവസ്ഥയിലുമായിരുന്നു ഞായറാഴ്ച പടമലയും ചാലികതയും സമീപ പ്രദേശങ്ങളും. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെയുള്ള കുർബാനയ്ക്ക് പടമല പള്ളിയിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്ന അജി എന്ന അജീഷ് പെട്ടിക്കുള്ളിൽ ഉണരാത്ത ഉറക്കത്തിലാണ്. അത്താണി നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവാക്കുകൾ പോലും പറയാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും തരിച്ചിരുന്ന നിമിഷം. നാടിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്നിരുന്ന വ്യക്തിയുടെ അസാന്നിധ്യമുണ്ടാക്കിയ ശൂന്യത ആ നാട്ടിലൊന്നാകെ പ്രകടമായിരുന്നു. കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ പയ്യമ്പള്ളി പടമലയിൽ പനശ്ശേൽ അജീഷിന് നാടൊന്നാകെ വികാരനിർഭരമായ അന്ത്യയാത്രയാണ് നൽകിയത്. കുടുംബത്തിലുണ്ടായ ദുരന്തം താങ്ങാനാവാതെ അജിയുടെ പിതാവ് ജോസഫും അമ്മ എൽസയും മൃതദേഹത്തിന് സമീപം കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു. അജിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഭാര്യ ഷീബയും. മൃതദേഹം സൂക്ഷിച്ച പെട്ടിയുടെ മുകളിൽ ദുഃഖം താങ്ങാനാവാതെ അവർ ഇടയ്ക്കിടയ്ക്ക് വീണുപോയി. സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി ഉൾക്കൊള്ളാനാവാതെ മക്കളായ അൽനയും അലനും തളർന്നിരുന്നു. ആകെയുള്ള ആങ്ങളെ നഷ്ടപ്പെട്ട വേദനയിൽ സഹോദരിമാരായ ഷിൽവിയും ഷീനയും സ്മിതയും പരിസരം മറന്നു കരഞ്ഞു. ശനിയാഴ്ച രാവിലെ 7:10 നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. വീട്ടിൽ നിന്നും കേവലം 200 മീറ്റർ മാറിയുള്ള ജോമാന്റെ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കേറിയ മോഴയാനയാണ് അജിയുടെ ജീവൻ കവർന്നത്. നാടിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന അജി അതിജീവിക്കാനുള്ള ഊർജം കുടുംബത്തിന് ബാക്കിയാക്കിയാണ് യാത്രയായത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.